Reply questions എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം, വേർ ഈസ് യുവർ ഹോം, who, to whom you are speaking, to whom you are looking for, why എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? why are you sitting in this class, your class is the next class എന്നൊക്കെ നമ്മൾ ടീച്ചേഴ്സ് പറയില്ലേ കുട്ടികളോട്, അങ്ങനെ. പിന്നെന്താ വൈ, എന്തെങ്കിലും റീസൺ വെച്ചിട്ടുള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾ. പിന്നെന്താ ഹൂ എന്ന് പറയുമ്പം ഹൂ ഈസ് ദിസ് ബോയ്, അങ്ങനെ. വിച്ച് ഈസ് യുവർ പെൻ, വിച്ച് ഈസ് യുവർ പെൻസിൽ, വിച്ച് ഈസ് യുവർ ബുക്ക്. പിന്നെ വാട്ട് ഈസ് യുവർ നെയിം നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് ഹൂസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഹൂസ് നമ്പർ ഡു യു വാണ്ട്. പിന്നെ എച്ച് ക്വസ്റ്റ്യൻസ്. ഹൗ ആർ യു എന്ന് ചോദിക്കില്ല നമ്മൾ. ഹൗ യു സ്റ്റാർട്ടഡ് ദ പ്രോഗ്രാം, ഹൗ ആർ യുവർ സ്റ്റഡീസ്, അങ്ങനെ. പിന്നെന്താ ഹൗ ഫാർ എന്ന് വെച്ച് എത്ര ദൂരം, അതാണ് ഹൗ ഫാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൗ ഫാർ ഡു ദേ ലിവ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതിന് ആൻസർ എന്താ പറയുക? ദേ ലിവ് 6 miles away ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. ഹൗ ലോങ്, എത്ര കാലം അല്ലെങ്കിൽ എത്ര സമയം, ഹൗ ലോങ് എന്ന് പറയുന്നത്. ഹൗ ലോങ് ഡിഡ് ദ സ്പീക്കർ സ്പീക്ക്, ദ ലീഡർ ഓർ സ്പീക്കർ സ്പോക്ക് ഫോർ 50 minutes. പിന്നെ ഹൗ മെനി cups of milk did the boy drink yesterday, the boy drank of 2 cups of milk yesterday. പിന്നെ ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഹൗ മച്ച് ഡിഡ് ഹി സേവ് എവറി ഇയർ, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ യുവർ ക്ലാസ്. പിന്നെ ഹൗ ഓഫൺ എന്ന് പറയുമ്പോൾ എത്ര തവണ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഓഫൺ, എത്ര തവണ. ഹൗ ഓഫൺ, എത്ര തവണ. ഹൗ ഓഫൺ ഡു ദേ ഗോ ടു ടൗൺ, ദേ ഗോ ടു ടൗൺ ട്വൈസ് എ വീക്ക്. ആഴ്ചയിൽ 2 ദിവസം പോകും. അതാണ് എത്ര തവണ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓക്സിലറി വെർബ് പഠിക്കാം. പിന്നെ അതാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. WH ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വാട്ട്, വൈ, ഹൂ, വേർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ H ക്വസ്റ്റ്യൻസ് ഹൗ ആർ യു, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഓഫൺ. ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള പറയേണ്ട കേസസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്സിലറി വെർബ് പഠിക്കേണ്ടതുണ്ട്. ഇതിനോട് ഏകദേശം കണക്റ്റഡ് എന്നല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് ഓക്സിലറി വെർബാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇതാ W ക്വസ്റ്റ്യൻസ് കണ്ടോ? വാട്ട്, വേർ, ഹൂം, വൈ, ഹൂ, വിച്ച്, ഹൂസ്. പിന്നെ H ക്വസ്റ്റ്യൻസ് ഹൗ ആർ യു, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഓഫൺ. അല്ലേ? ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസും H ക്വസ്റ്റ്യൻസും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓക്സിലറി വെർബ് പഠിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എഗ്രിമെൻറ്റ്, ഇതാണ് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഞാനിവിടെ സെൻറ്റൻസ് പറയണം. സൂര്യ ഡാൻസ്ഡ് വെൽ. ഇതിൽ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് എന്ന് പറയും. സൂര്യ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. വെർബ് എന്താണ്? അവിടെ ക്രിയ എന്താണ് ചെയ്തത്? ഡാൻസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഡാൻസ്ഡ് ഇറ്റ്സ് എ വെർബ്. വെൽ, ആ ഡാൻസ് കളിച്ചതിനെ വിശേഷിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഒബ്ജക്റ്റാണ് വെൽ. സൂര്യ ഡാൻസ്ഡ് വെൽ. സബ്ജക്റ്റ് ഈസ് സൂര്യ, ഡാൻസ്ഡ് ഈസ് എ വെർബ്, ഒബ്ജക്റ്റ് ഈസ് വെൽ. പിന്നെ വേറൊരു സെൻറ്റൻസ് പറയാം. ആൻറ്റി കുക്ക്ഡ് ബിരിയാണി. ആൻറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, കുക്ക്ഡ് ഈസ് എ വെർബ്, ബിരിയാണി ഒബ്ജക്റ്റ്. ഓക്കെ, ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിനേയും വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളൂ ഒബ്ജക്റ്റ്. ഓക്കെ, ഈ സെൻറ്റൻസ് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുത്താൽ മതി. സൂര്യ ഡാൻസ്ഡ് വെൽ. സബ്ജക്റ്റാണ് സൂര്യ, ഡാൻസ്ഡ് ഈസ് എ വെർബ്, വെൽ ഈസ് ഒബ്ജക്റ്റ്. ആൻറ്റി കുക്ക്ഡ് ബിരിയാണി, അതേപോലെ തന്നെ ആൻറ്റി ഈസ് എ സബ്ജക്റ്റ്, കുക്ക്ഡ് ഈസ് എ വെർബ്, ബിരിയാണി ഈസ് എ ഒബ്ജക്റ്റ്.
അങ്ങനെ ഒന്ന് എഴുതിയെടുക്കും ഓടുന്നു. ഇതൊക്കെ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷാണ്, ഗ്രാമറിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡബ്ല്യു ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. വാട്ട്, വെൻ, വൈ, വേർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഹൗ ക്വസ്റ്റ്യൻസ്, എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് എഴുതിയെടുത്താൽ നമുക്കത് പഠിക്കാൻ എടുത്ത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് പഠിച്ചു. എഗ്രിമെൻറ്റ്, അതായത് സബ്ജക്റ്റ് സിംഗുലറാണ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് വെർബിന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താ, ഷീ പ്ലേസ് ക്രിക്കറ്റ്, അങ്ങനെ പ്ലേസ് വെർബിന് പ്ലേസ് ലാസ്റ്റ് ഫോം വരണം. അങ്ങനത്തെ സിംഗുലർ കേസാണ് സബ്ജക്റ്റ് എങ്കിൽ. ഓക്കെ, ഷീ എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ, അങ്ങനെ. അപ്പോൾ പ്ലേസ് എന്ന് പറയും. പിന്നെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിലോ, രണ്ടാളുകളാണെങ്കിലോ ആ വെർബിന് എൻ്റെ ആവശ്യമില്ല, അങ്ങനെ വരും. ഇ ഡി എന്ന് വെച്ചാൽ മതി. അപ്പോൾ എന്താ, ഷീ എന്നുള്ളിടത്തിൽ ദേ എന്ന് വരും, ദേ പ്ലേഡ്, അങ്ങനെ ഇ ഡി ഫോം വരും. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ റൂൾസ്. പിന്നെ നമുക്ക് ഡബ്ല്യു ക്വസ്റ്റ്യൻസ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡബ്ല്യു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട്, വെൻ, വേർ, വൈ, ഹൂ, ഹൂം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം വാട്ട് വെച്ചിട്ട്. വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് എന്താണ് ചോദിക്കാം. ഹൂ ഈസ് ദാറ്റ് ബോയ്, ആരാണ് അവൻ, ഏതാണ് ആ കുട്ടി, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. വേർ ഈസ് എ ഹോം, നിൻ്റെ വീട് എവിടെയാണ്. ഹൂസ് നമ്പർ ഡു യു വോണ്ട്, എനിക്ക് ആരുടെ നമ്പറാണ് വേണ്ടത്. ഹൂം, ആരെ, നിനക്ക് ആരെയാണ് വേണ്ടത്. ഹൂം ആർ യു ലുക്കിംഗ്, നീ ആരെയാണ് നോക്കുന്നത്. അങ്ങനത്തെ കേസസ്. ആർക്ക്, ആരോട്, അങ്ങനെ. ടു ഹൂം യു ആർ ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ, ടു ഹൂം യു ആർ ലുക്കിംഗ് ഫോർ, അങ്ങനത്തെ കേസസൊക്കെ ഡബ്ല്യു ക്വസ്റ്റ്യൻസ് എന്നാണ് ഈ പറയാം. പിന്നെ അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പറഞ്ഞാൽ എച്ച് ക്വസ്റ്റ്യൻസ്. ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ മച്ച്, അങ്ങനത്തെ കേസസൊക്കെ. ഹൗ യു സ്റ്റാർട്ടഡ് ദ പ്രോഗ്രാം, ഹൗ ആർ യു, നീ ഓക്കെ ആണോ നമുക്ക് ചോദിക്കില്ലേ. ഹൗ ആർ യു സ്റ്റഡീസ്, അങ്ങനെ. അപ്പോൾ അതിനൊരു ഫോമുല ഉണ്ട്, ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓക്സിലറി വെർബ് എന്താണെന്ന് പഠിക്കും. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഓക്കെ, വൈ ഡിഡ് ജോൺ കം ലേറ്റ്. അപ്പം ജോൺ എന്ന് പറയുന്നത് എന്താണ്, അവിടെ സബ്ജക്റ്റാണ്. വൈ എന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻസ്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമേഷനാണ്. ഡിഡ് എന്ന് പറയുന്നത് വൈ ഡിഡ്, അപ്പോൾ ഡിഡ് ആണ് അവിടെ ഓക്സിലറി വെർബ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതും പറഞ്ഞു. ഓക്കെ, വെർബ് എന്ന് പറയുന്നത് എന്താണ്, ക്രിയ, കം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇതിൽ ഓക്സിലറി വെർബ് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓക്സിലറി വെർബ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഹൗ എന്ന് വെച്ച് തുടങ്ങാൻ ഞാൻ അടുത്ത. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ യുവർ ക്ലാസ്, നിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് നമ്മൾ ചോദിക്കില്ലേ കുട്ടികളോട്. സ്കൂൾ റീ ഓപ്പൺ ചെയ്ത് ഒക്കെ ക്ലാസ്സിലൊക്കെ പോയാൽ നമ്മൾ എത്ര കുട്ടികളുണ്ട് നിൻ്റെ ക്ലാസ്സിൽ മൊത്തം ഒന്നായിരിക്കും, കഴിഞ്ഞിടത്ത് കുട്ടികളുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഹൗ മെനി കപ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദ ബോയ് ഡ്രിങ്ക് യെസ്റ്റർഡേ. ഹൗ ഓഫൺ, എത്ര തവണ. ഹൗ ഓഫൺ ഡു ദേ ഗോ ടു ടൗൺ, എത്ര പ്രാവശ്യം നീ ടൗണിൽ പോയി. ഹൗ ഫാർ ഡിഡ് ദേ ലിവ്, ഡു ദേ ലിവ് എന്നാണ് വരിക. ഹൗ ഫാർ ഡു ദേ ലിവ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. ഹൗ ലോങ്, എത്ര കാലം, എത്ര സമയം. ഹൗ ലോങ് ഡിഡ് ദ സ്പീക്കർ സ്പീക്ക്, എത്ര സമയം സ്പീക്കർ സ്പീക്ക് ചെയ്തു, ഇൻ കേസ് ഇറ്റ് ഈസ് എ ഫേമസ് പേഴ്സൺസ്. ഓക്കെ, ഹൗ ലോങ് ഡിഡ് ദ സ്പീക്കർ റൈറ്റ് ദ എക്സാമിനേഷൻ, ദാറ്റ് സ്റ്റുഡൻറ്റ് റോട്ട് ദ എക്സാമിനേഷൻ എന്ന് ചോദിക്കുക നമ്മൾ. ഓക്കെ, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ, ഹൗ മെനി, ഹൗ മച്ച് എന്നൊക്കെ വരുന്ന ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമേഷനാണ്. ഡബ്ല്യു ക്വസ്റ്റ്യൻസ് എന്താണ്, വാട്ട്, വേർ, വൈ, ഹൂം എന്നൊക്കെ വരുന്നത് ഡബ്ല്യു ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആണോ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓക്സിലറി വെർബ് എടുക്കാൻ പോവുകയാണ്. ഇത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് എടുക്കാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ ഡിഡ് എന്നൊക്കെ വരുമ്പോൾ ഓക്സിലറി വെർബാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു.